ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഒരു പുതിയൊരു വർഷം നമ്മളെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പുതിയ വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പോയ ചിന്ത, കുറേ പേരിങ്ങനെ പുതിയ വർഷത്തെ പല രീതിയിലാണ് കാണുന്നത്. ചിലർ പറയും പുതിയൊരു വർഷമാണ്, അപ്പോൾ അതുകൊണ്ടെല്ലാം സൂപ്പറായിട്ട് ഒന്നേന്ന് ആരംഭിക്കണം, നമുക്കെല്ലാം പുതിയതായിട്ട് ആരംഭിക്കണം. ചിലർ പറയും ഇങ്ങനെ പുതിയൊരു വർഷം അതിപ്പോൾ എല്ലാ വർഷവും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതൊരു ആവർത്തന വിരസതയൊക്കെ അവർക്ക് തോന്നി തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ദ വെർച്വൽ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് എപ്പോഴും നല്ലതെന്നാണ്. എല്ലാത്തിൻ്റെ ഇടയിലുള്ളൊരു ഇടപ്പാത കണ്ടെത്താൻ കഴിയുക, അവിടെയാണ് ഒരു നന്മയിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ വലിയ തീരുമാനമെടുത്ത് ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ആവർത്തന വിരസതയാണെന്ന് കണ്ടതിനെ ഇങ്ങനെ വെറുതെ തള്ളിക്കളയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിൻ്റെ ഇടയിലുള്ളൊരു വഴിയുണ്ട്. അതായത് നമുക്ക് നമ്മളായിരിക്കാം, വേറെ ആരും ആവണ്ട, വേറെ ആരും കോപ്പി ചെയ്യാൻ ശ്രമിക്കണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന ചില സന്തോഷങ്ങൾ, ചില ആനന്ദങ്ങൾ, അതിപ്പോൾ ഇച്ചിരി നല്ല ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊന്ന് കൂട്ടുകൂടുന്നതായിക്കോട്ടെ, സംസാരിക്കുന്നതായിക്കോട്ടെ, ഇഷ്ടപ്പെട്ടിടങ്ങളിൽ പോകുന്നതായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്, അത് വേറെ ആരും തരില്ല കൊണ്ടുവന്ന്. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമല്ല അതങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് കുറേ കഴിയുമ്പോൾ സാഡാവുന്നുള്ളതാണ്. അപ്പോൾ അതിൽ നല്ലത് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക. പിന്നെ ഈ ഹാപ്പിനെസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് ഇന്നും നാളെയും എന്നും ആ ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനായിട്ട് വരുത്തരുത്. എപ്പോഴും ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് എൻ്റെ ലൈഫിൽ ആര് കണ്ടാലും ആര് കേട്ടാലും അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷി ഒരു കാലത്ത് എന്നെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങളായിരിക്കണം ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെത്തേണ്ടത്. പിന്നെ എൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും ഒരു ആനന്ദം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ആനന്ദവും നമ്മുടെ സന്തോഷവും നമ്മുടെ റിഗ്രറ്റിലേക്ക് നയിക്കില്ല എന്നുള്ളതാണ്. അപ്പം അത്തരം സന്തോഷങ്ങളെ തേടി പോവാം. പിന്നെ എൻ്റെ ലൈഫിലെ ചില കാര്യങ്ങളോട് മതിയെന്ന് പറയാൻ പറ്റുക. പിന്നെ നമ്മുടെ ആ രാജാവ് പറയുന്ന പോലെ, രാജാവിന് മന്ത്രി എഴുതി കൊടുത്തൊരു മുദ്രമോതിരത്തിന് വാക്യമുണ്ടല്ലോ. മന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ഈ രാജാവ് തന്നെ മുദ്രമോതിരത്തിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞു വാക്യം എനിക്ക് തരാമോ. വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ മന്ത്രി കൊണ്ടുവന്നൊരു വാക്യം മുദ്രമോതിരത്തിൽ വെച്ചു കൊടുക്കുന്നുണ്ട് രാജാവിൻ്റെ. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് വലിയൊരു പരാജയത്തിലൂടെ കടന്നു പോകുന്ന യുദ്ധത്തിൻ്റെ അദ്ദേഹം ഒന്നും ഈ വേദനയിലൂടെ ഗുഹയിൽ ഇരിക്കുമ്പോൾ ഈ മന്ത്രി തന്ന ഈ വാക്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു. പതിയെ ആദ്യമായിട്ട് ആ മുദ്രമോതിരത്തിലെ വാക്യം തുറന്നു നോക്കുന്നു. എഴുതിയിരിക്കുന്ന വാക്യം ഇതും കടന്നു പോകും. അദ്ദേഹം വളരെ ശാന്തമായിട്ട് ആ പരാജയത്തെ നേരിടുന്നു. പിന്നെയും പഴയ പ്രൗഢിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ വലിയൊരു വിജയം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഓർമ്മയുണ്ടാവുകയാണ് തൻ്റെ വിജയത്തിനും പരാജയത്തിനും ഒരുപോലെ തന്നെ കരിപ്പിടിപ്പിക്കുന്ന ആ വാക്യത്തെക്കുറിച്ചുള്ള ഓർമ്മ. അദ്ദേഹം പതിയെ പിന്നെയും ആ മുദ്രമോതിരം തുറന്നു നോക്കുന്നു. ഇതും കടന്നു പോകും. നാട്ടുകാരും എല്ലാവരും ആഘോഷിക്കുമ്പോഴും ഈ ആഘോഷങ്ങൾക്കിടയിലൂടെ അദ്ദേഹം ശാന്തമായിട്ട് കടന്നു പോകാനായിട്ട് പോവാണ്. കാരണം ഇതും സ്ഥായിയല്ല, ഇതും കടന്നു പോകുന്നതാണ്. ഒരു 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 വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുകയാണ് ഈ ഒരു വർഷം. അങ്ങനെ നമ്മൾക്ക് നമ്മുടേതായ ചില സന്തോഷങ്ങളെ നമ്മൾക്കെന്നും ജീവിതത്തിൽ ആനന്ദിക്കാൻ കഴിയുന്ന ചില അവശേഷിപ്പുകൾ നല്ല തിരിശേഷിപ്പുകളായി കരുതാൻ കഴിയുന്ന ഒരു സുന്ദരമായൊരു വർഷം സ്നേഹിക്കാൻ കഴിയട്ടെ. തന്നവരെ എല്ലാവരും ഓർത്തെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒന്ന് പുതുക്കിയെടുക്കാൻ, ചേർത്ത് പിടിക്കാൻ ഈ ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ഈ ഒരു ന്യൂ ഇയറിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമുക്ക് നന്നായിട്ട് തകർക്കാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകളെ, കുഞ്ഞു കുഞ്ഞു അവസരങ്ങളെ, നമ്മുടേതായ സന്തോഷങ്ങളെ, നമ്മുടേതായ വിജയങ്ങളെ നമ്മൾ തന്നെ കണ്ടെത്തി ദൈവത്തിലേക്ക് വളരാൻ ഈ ഒരു വർഷം കഴിയട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും.